സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ബങ്കിപ്പൂർ നൽകുന്ന മുന്നറിയിപ്പ്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനു ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ബങ്കിപ്പൂരിൽ ജൻസുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ വൻ വിജയം നേടിയിരിക്കുന്നു. 30 വർഷമായി BJP മാത്രം വിജയിച്ച കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് 70% വോട്ടുകൾ നൽകിയ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് അട്ടിമറി വിജയം. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കുന്നതിനായി 2/3 ഭൂരിപക്ഷത്തിലേക്കെത്താൻ മറ്റു പാർട്ടികളെ പിളർത്തി BJP മുന്നേറുന്നതിനിടയിലാണ് ബീഹാറിലെ വീഴ്ച. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി വലിയ രാഷ്ട്രീയ നിഗമനങ്ങളിലെത്തുന്നത് അപകടകരമാണെന്ന് പറയാറുണ്ട്. എന്നാൽ പട്നയുടെ ഹൃദയഭാഗമായ ബങ്കിപ്പൂർ മണ്ഡലത്തിലെ തോൽവി സാധാരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമായി മാത്രം കാണാനാവില്ല. ബീഹാറിലെ നിലവിലെ രാഷ്ട്രീയ ക്രമവ്യവസ്ഥയിൽ പുതിയ സാധ്യതയുടെ തുടക്കമായി അതിനെ വായിക്കേണ്ടതുണ്ട്. തുടർച്ചയായി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ച മണ്ഡലത്തിൽ ഇത്തരമൊരു തിരിച്ചടി BJPക്ക് മുന്നറിയിപ്പാണ്. അതോടൊപ്പം പ്രതിപക്ഷത്തിന് ആത്മപരിശോധനയുടെ സന്ദേശവുമാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും അതിൻ്റെ ഗുണഭോക്താവാകാൻ പ്രധാന പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. പകരം പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് വോട്ടർമാർ അവസരം നൽകാൻ തയ്യാറായി. വോട്ടർമാർ പഴയ സമവാക്യങ്ങളിൽ മാത്രം തൃപ്തരല്ലെന്ന സന്ദേശമാണിത്. ബങ്കിപ്പൂരിലെ വിജയം പ്രശാന്ത് കിഷോറിന് ഒരു നിയമസഭാ സീറ്റ് മാത്രമല്ല സമ്മാനിച്ചിരിക്കുന്നതെന്നും രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സ്വാധീനിക്കാനുള്ള അപൂർവ അവസരമാണിതെന്നും കാണാൻ പ്രതിപക്ഷത്തിന് കഴിയണം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉയരുന്നു. തൊഴിലില്ലായ്മ, പരീക്ഷാ സംവിധാനത്തിലെ വീഴ്ചകൾ, വിലക്കയറ്റം, ഭരണപരമായ അഴിമതി, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ ജനങ്ങളുടെ ദൈനംദിന ചർച്ചകളായി മാറിയിരിക്കുന്നു. ദീർഘകാലമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരായ അസംതൃപ്തി പല മേഖലകളിലും പ്രകടമാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായി പ്രതിപക്ഷത്തിന് അനുകൂലമായ വോട്ടായി മാറുമെന്ന പഴയ കണക്ക് ഇപ്പോൾ ശരിയാകുന്നില്ല. അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം മാത്രം പോരാ, അധികാരത്തിന് പകരമാകാനുള്ള വിശ്വാസ്യതയും ജനങ്ങൾ തേടുന്നു. അതാണ് പ്രതിപക്ഷം ഇനിയും പൂർണ്ണമായി നേടിയെടുക്കാത്തത്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അതിൻ്റെ രാഷ്ട്രീയ സന്ദേശത്തിലെ അവ്യക്തതയാണ്. BJPക്കെതിരായ ഐക്യം എന്ന ലക്ഷ്യം മാത്രമാണ് പലപ്പോഴും മുന്നിൽ വരുന്നത്. എന്നാൽ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ എങ്ങനെ ഭരിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. തൊഴിലില്ലായ്മ എങ്ങനെ കുറയ്ക്കും? പരീക്ഷാ സംവിധാനത്തെ എങ്ങനെ വിശ്വസനീയമാക്കും? കർഷക പ്രതിസന്ധി, വിദ്യാഭ്യാസം, ആരോഗ്യം, ഫെഡറലിസം, സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ എന്താണ് വ്യത്യസ്തമായ കാഴ്ചപ്പാട്? ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തവും ഏകോപിതവുമായ മറുപടി പ്രതിപക്ഷം ഇനിയും മുന്നോട്ട് വച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെയൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടില്ല. മറ്റൊരു പ്രധാന പോരായ്മ സംഘടനാപരമാണ്. പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തമ്മിൽ തന്നെ മത്സരം തുടരുകയാണ്. ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന നേതാക്കൾ സംസ്ഥാന തലത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് വിശ്വാസ്യതയെ ബാധിക്കുന്നു. സഖ്യരാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അവയെ നിയന്ത്രിക്കാനും പൊതുലക്ഷ്യത്തിന് മുൻഗണന നൽകാനും കഴിയുന്ന രാഷ്ട്രീയ പക്വതയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദേശീയ തലത്തിൽ BJPക്ക് ശക്തമായ ബദൽ സൃഷ്ടിക്കണമെങ്കിൽ നിലവിലുള്ള സഖ്യകക്ഷികളെ ഒരുമിച്ച് നിർത്തുന്നതോടൊപ്പം അകന്നുപോയ പ്രാദേശിക കക്ഷികളുമായുള്ള ബന്ധവും പുനഃസ്ഥാപിക്കണം. പ്രത്യേകിച്ച് DMK പോലുള്ള സ്വാധീനമുള്ള പ്രാദേശിക കക്ഷികളുമായി വിശ്വാസത്തിൻ്റെ പാലം വീണ്ടും പണിയാൻ സഖ്യ നേതൃത്വം തയ്യാറാകണം. അഭിപ്രായ വ്യത്യാസങ്ങളെ പൊതുവേദിയിലെ ഏറ്റുമുട്ടലാക്കി മാറ്റുന്നതിന് പകരം സംവാദത്തിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയും പരിഹരിക്കാനാകണം. ഇന്ത്യയിൽ പ്രാദേശിക കക്ഷികളെ ഒഴിവാക്കി ഒരു ദേശീയ ബദൽ നിർമ്മിക്കാനാകില്ല. തമിഴ്നാട് മുതൽ മഹാരാഷ്ട്രയും ബീഹാറും പശ്ചിമ ബംഗാളും വരെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. അവയെ അംഗീകരിക്കുകയും സംസ്ഥാന കക്ഷികളുടെ സ്വത്വത്തെയും നേതൃത്വത്തെയും
ബഹുമാനിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സഖ്യത്തെ ശക്തിപ്പെടുത്തുക. യുവജനങ്ങളുടെ രാഷ്ട്രീയം വായിക്കുന്നതിലും പ്രതിപക്ഷം കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ യുവാക്കൾ മുദ്രാവാക്യങ്ങളെക്കാൾ പരിഹാരങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അവർ തൊഴിൽ, പരീക്ഷകളിലെ സുതാര്യത, നിലവാരമുള്ള വിദ്യാഭ്യാസം, ഭരണത്തിലെ ഉത്തരവാദിത്വം എന്നിവയാണ് ഉന്നയിക്കുന്നത്. ഈ വിഷയങ്ങളെ പാർലമെൻറ്റിലും തെരുവിലും ഒരുപോലെ ശക്തമായി ഉയർത്തിപ്പിടിക്കുകയും അതിനുള്ള നയരേഖകൾ അവതരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ യുവതലമുറയുടെ വിശ്വാസം നേടാനാകൂ. പ്രതിപക്ഷം സ്വന്തം നേതൃത്വ ശൈലിയിലും മാറ്റം വരുത്തണം. ഏതാനും ദേശീയ നേതാക്കളെ മാത്രം ആശ്രയിച്ച രാഷ്ട്രീയം മതിയാകില്ല. സംസ്ഥാനങ്ങളിൽ ശക്തമായ പ്രാദേശിക നേതൃത്വവും പ്രാദേശിക പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച പ്രചാരണവും അനിവാര്യമാണ്. ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യം പ്രതിപക്ഷത്തിന് അപൂർവ രാഷ്ട്രീയാവസരമാണ്. എന്നാൽ അവസരങ്ങൾ സ്വയം വിജയമാകില്ല. അതിനാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ യഥാർത്ഥ വെല്ലുവിളി BJPയെ എതിർക്കുക എന്നതല്ല, ജനങ്ങൾക്ക് വിശ്വസിക്കാനാകുന്ന ഒരു ഭരണബദൽ നിർമ്മിക്കുക എന്നതാണ്. വ്യക്തമായ നയങ്ങൾ, സംഘടനാപരമായ ഐക്യം, യുവജനങ്ങളുടെ ആഗ്രഹങ്ങളോട് ചേർന്ന രാഷ്ട്രീയം, വിശ്വാസ്യതയുള്ള നേതൃത്വം എന്നീ കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കിയാൽ മാത്രമേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പ്രതിപക്ഷത്തിന് ചരിത്രപരമായ അവസരമായി മാറൂ. ഇല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം തുടരുമെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാകാത്ത കാഴ്ചയായിരിക്കും ഇന്ത്യ വീണ്ടും കാണുക.